Class തുടരുകയാണ്. Next we are going to see fullerenes. Fullerenes. You know, we already discussed about fullerenes. Fullerenes are newly discovered allotropes of carbon. Kerr, Crato, and Smellie discovered fullerene in 1985, and they got Nobel Prize for the discovery in 1996. So it is comparatively a new form of allotrope of carbon. Okay, usually fullerenes are made by heating graphite in an electric arc in the presence of an inert gas like helium or argon. Fullerenes സാധാരണ നിർമ്മിക്കാറുള്ളത് ഗ്രാഫൈറ്റ് ഇലക്ട്രിക് ആർക്കിൽ ചൂടാക്കിയിട്ടാണ്. ഗ്രാഫൈറ്റ് ഇലക്ട്രിക് ആർക്കിൽ അത് ബേൺ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനർട്ട് ഗ്യാസസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡോ ഉണ്ടാവാനുള്ള സാധ്യത അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay. The sooty material formed consists of 60 carbon atoms, C60, that consists of C60. That means that particular substance material contains 60 carbon atoms. Okay, with the smaller amounts of 70, C70 also. Right. And these having certain cage-like spherical structure. Cage means ഒരു എൻക്ലോഷർ, ഗുഹ പോലത്തെ എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാവിറ്റി ഉള്ള, ദാറ്റ് ഇസ് കേജ് ലൈക്ക്. ആൻഡ് ഹാവിംഗ് സ്ഫെറിക്കൽ സ്ട്രക്ചർ, ദീസ് ആർ സ്ഫെറിക്കൽ മോളിക്യൂൾസ് വിത്ത് ഫോർമുല C60, C70, C76, C84 like numbers are there. And the most commonly known form is C60, C60. And this particular form is known as Buckminster fullerene. Buckminster fullerene. Okay, C60 ആണ് നമ്മൾ ബക്മിൻസ്റ്റർ fullerene എന്ന് പറയും. റൈറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ബക്മിൻസ്റ്റർ എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ച ആളുടെ പേരല്ല കേട്ടോ. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആണ്. ബക്മിൻസ്റ്റർ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഡോംബ് ഷേപ്പിലുള്ള, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു നിർമ്മാണ രൂപത്തിന്റെ ഘടന പോലെ ആയതുകൊണ്ടാണ് ഇതിനെ ബക്മിൻസ്റ്റർ fullerene എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിന്റെ ആ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിഹോ നമ്മൾ ഈ C60യെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 26 membered rings, 26 membered rings and 12 5-membered rings. 20 6-membered ringsഉം ജസ്റ്റ് ലൈക്ക് അവർ ബെൻസീൻ. അതുപോലെ 12 5-membered ringsഉം 12 5-membered rings. ഓക്കെ, അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ സോക്കർ ബോൾ. നമ്മുടെ ഫുട്ബോൾ പോലെ ഉള്ള ബോളിന്റെ ഷേപ്പ്. നിങ്ങൾ ആ ബോൾ എടുത്ത് പരിശോധിച്ചാൽ യു ക്യാൻ സീ ദാറ്റ് ബോൾ കൺസിസ്റ്റ് ഓഫ് ദിസ് ഹെക്സഗൺ ആൻഡ് പെന്റഗൺ. ഹെക്സഗൺസും പെന്റഗൺസും നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 വശമുള്ളതും 5 വശമുള്ളതുമായ റിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ബോൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 5 റിങ് ഉള്ളത്, 6 റിങ് ഉള്ളത്, അതിന്റെ എണ്ണമാണ് ഇപ്പൊ പറഞ്ഞത്. 26 membered and 12 5-membered in the C60 fullerene. C60 C60 fullereneൽ ഇത്രയും ഉണ്ടാവും. A 6-membered ring is fused with 6 or 5-membered ring. ഒരു 6-membered റിങ് ഒരു 6-membered റിങ്ങുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു 5-membered റിങ്ങുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ ഒരു 5-membered റിങ് can only fuse with a 6-membered ring. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വൺ. നിങ്ങൾ ഫുട്ബോൾ എടുത്ത് നോക്കിയാലും ആ ഫുട്ബോളിലെ പാച്ചസ് ഇല്ലേ, ആ പാച്ചസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 5-membered റിങ്സും ഉണ്ടാവും, 6-membered റിങ്സും ഉണ്ടാവും. ഈ 6-membered റിങ്സ് 5-membered റിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവാം, 6-membered റിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും 5-membered റിങ്സ് എന്താവില്ല,
5 മെമ്പേർഡ് റിങ്സുമായിട്ട് കണക്ട് ചെയ്യില്ല, അത് 6 മെമ്പേർഡ് റിങ്സുമായിട്ട് കണക്ട് ചെയ്യും. അത് അതിന്റെ ഒരു അതാണ് ഈ ബക്മിൻസ്റ്റർ സ്ഫിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റൈറ്റ്, all the carbon atoms are equal and they undergo sp2 hybridization. ഇതിൽ എല്ലാ കാർബൺ ആറ്റംസും എങ്ങനെയാണ്? ഈക്വൽ ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ബാക്കിയുള്ള ഇലക്ട്രോണോ? The remaining electron at each carbon is delocalized. നമ്മൾ നേരത്തെ ഗ്രാഫൈറ്റിൽ പറഞ്ഞപ്പോൾ it is delocalized in the molecular orbital. ആ molecular orbital അത് delocalize ചെയ്ത് കിടക്കുന്നുണ്ടാവും, which in turn give aromatic character to this molecule. This having certain aromatic character and it is due to that delocalized electron. Aromatic structure പഠിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ delocalized നമ്മൾ പറയും. Okay, and the ball shaped molecule has 60 vertices. This ball shaped molecule has 60 vertices and each one is occupied by one carbon atom and it is also contain both single and double bonds with the CC distance 143.5 and 138.3 picometer respectively. രണ്ട് ബോണ്ട് ആംഗിൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, 143.5 ഉം 138.3. അത് നമ്മളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സ്ഫെറിക്കൽ ഫുള്ളറിൻസ് ആർ ആൾസോ നോൺ ആസ് ബക്കി ബാൾസ്. ബക്മിൻസ്റ്റർ ഫുള്ളറിൻ ബാൾസ് എന്നാണ് അതിന്റെ മീനിങ്. ബക്കി, അത് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു പേരായിട്ട് വിചാരിക്കാം, ബക്കി ബാൾസ് ഇൻ ഷോർട്ട്. ഇപ്പോൾ ഫുള്ളറിൻ എന്ന് പറയുന്നതിന്റെ ഒരു ജനറൽ ഇത് കണ്ടു. ഫുള്ളറിൻസ് ആർ അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. This containing large number of carbon atoms like C60, C70, like that. Usually non-fullerene is C60, right? And this C60 consists of 60 carbon, and that having certain rings, 20 6-membered rings and 12 5-membered rings. And a 6-membered ring can connect with another 6-membered or 5-membered, but a 5-membered can only connect with a 6-membered. That is all. And hybridization is sp2, aromatic in nature, bond distances 143.5 picometer and 138.3 picometer, and these are known as buckyballs or Buckminster fullerenes. Right. ഇനി ഇതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോകേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, it is very important to know that graphite is thermodynamically stable allotrope of carbon. കാർബണിന്റെ ഏറ്റവും സ്റ്റേബിൾ അല്ലോട്രോപ്പ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. തെർമോഡൈനാമിക്കലി അതിന്റെ എനർജി കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത്. മനസ്സിലായില്ലേ? വേർ ദ എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്രാഫൈറ്റ് ഈസ് ടേക്കൺ ആസ് 0. ഗ്രാഫൈറ്റിന്റെ എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് കണക്കാക്കുന്നു. പക്ഷെ ഡയമണ്ടിന്റെ കേസിൽ അത് 1.9 കിലോ ജൂൾ പെർ മോളും, C60 ഫുള്ളറിന്റെ ബക്മിൻസ്റ്റർ ഫുള്ളറിന്റെ കേസിൽ അത് 38.1 കിലോ ജൂൾ പെർ മോളുമാണ്. സ്വാഭാവികമായിട്ടും എൻതാൽപി ഓഫ് ഫോർമേഷൻ 0 ആവുന്നതാണല്ലോ മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം, തെർമോഡൈനാമിക്കലി ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഈസ് ഗ്രാഫൈറ്റ്. റൈറ്റ്. ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. കാർബണിന്റെ അതർ ഫോംസ് ഓഫ് എലമെന്റൽ കാർബൺ. Carbon black is there, coke is there, charcoal is there, but these are all impure forms of carbon or graphite, we can say. Carbon black എന്ന് പറയുന്നത്, carbon black is obtained by burning hydrocarbons. Hydrocarbons burn ചെയ്തിട്ടാണ് carbon black ഉണ്ടാക്കുന്നത്. carbon black അത് ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഹൈഡ്രോകാർബൺ കത്തിക്കുന്ന, ഫർണസിൽ കത്തിക്കുന്ന, നമ്മൾ LPG കത്തിക്കുന്ന പോലെ ഫുള്ളി ഫ്ലെയിംഡ് ആയിട്ട് കത്തിക്കില്ല. അത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കത്തിച്ച് അതിനെ സൂട്ടി ഫ്ലെയിം ആക്കിയിട്ട് ആ പുകയാണ് നമ്മൾ കരിയായിട്ട് എടുക്കുന്നത്, കാർബൺ ബ്ലാക്ക് ആയിട്ട് എടുക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, വീട്ടിലൊക്കെ കൺമഷിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെ കാർബൺ ബ്ലാക്ക് ഉണ്ടാക്കിയിട്ടാണ്. അതിന് ചില ടിപ്സ് ഒക്കെ നമ്മൾ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് അത് ഏതെങ്കിലും ഓയിലിൽ, വെളിച്ചെണ്ണ പോലത്തെ ഏതെങ്കിലും ഓയിലിൽ മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മളത് ഉപയോഗിച്ചിരുന്നത്. Nowadays we are using certain synthetic substances. In olden days, that material is prepared itself in the houses. Charcoal and coke are obtained by heating wood or coal. കൽക്കരിയൊക്കെ കേട്ടില്ലേ? അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്നു അങ്ങനത്തെ കരികൾ. ചൂള വെക്കുക എന്നൊക്കെ പറയുമായിരുന്നു. മരം ഇൻകംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുക, കത്തിക്കുകയല്ല. അതിങ്ങനെ മണ്ണുകൊണ്ടൊക്കെ ഉള്ളിൽ മണ്ണുകൊണ്ടൊക്കെ സീൽ ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് പാർഷ്യലി ബേൺ ചെയ്യുക. എരിച്ച് അത് കാർബൺ ബ്ലാക്ക് ആക്കി മാറ്റും. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഓർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഇതാണ് നമ്മൾ വ്യത്യസ്ത മറ്റ് കാർബൺ ഫോംസിനെ കുറിച്ച് പറഞ്ഞത്.
ഓക്കെ, കാർബൺ എന്തിനാണ്, ഇതിന്റെ യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ഫൈബേഴ്സ് embedded in plastic materials are used in tennis rackets, fishing rods, aircraft. ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. നമുക്കറിയാം കാർബൺ, നമ്മൾ എല്ലാ ടയറുകളും ബ്ലാക്ക് ആണ് ഇല്ലേ? വണ്ടികളുടെ എല്ലാ ടയറുകളും റബ്ബർ കൊണ്ട് ഉണ്ടാക്കി, റബ്ബറിന കളറല്ല, അതിൽ കാർബൺ ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കാർബൺ ചേർത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് കാർബൺ. അതിന് നമ്മൾ ജനറൽ ആയിട്ട് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നേ. ഓക്കെ, another one, it is used as electrodes. Graphite is a conductor, so it can be used as electrodes in batteries. നമ്മുടെ വീട്ടിലൊക്കെ സെല്ലുകൾ കൊണ്ടുവരുമല്ലോ ബാറ്ററി, അത് തല്ലി പിടിച്ച് നോക്കിയാൽ അതിന് നടുക്കൊരു റോഡ് കാണും, മേഡ് അപ്പ് ഓഫ് ഗ്രാഫൈറ്റ്. Crucibles made from graphites are inert to dilute acids and alkalis, so these are used. പിന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇറ്റ് ഇസ് എ കൊമേഴ്സ്യലി അവൈലബിൾ ചാർക്കോൾ. കരി പൊടിച്ച് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത്, അങ്ങനെയാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്സോർബിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് ADSORBING, അഡ്സോർബ്, പറ്റി പിടിപ്പിക്കാൻ പോയ്സണസ് ഗ്യാസസ്. ചില ഗ്യാസ് മാസ്കുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കാർബൺ ബ്ലാക്ക് നമുക്ക് വളരെ പരിചയമുള്ള സംഭവമാണ്. നമ്മുടെ പ്രിന്ററുകളിലൊക്കെ, ലേസർ പ്രിന്ററുകളിലൊക്കെ കാർബൺ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ആസ് ബ്ലാക്ക് പിഗ്മെന്റ്, ബ്ലാക്ക് ഇങ്കില്, അങ്ങനത്തെ ഓട്ടോമൊബൈൽ ടയേഴ്സിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഫില്ലറായിട്ട്. ഓക്കെ, പിന്നെ മെറ്റലർജിയിൽ കോക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഗ്ലാസ് ഫർണസിലൊക്കെ കരി ഉപയോഗിക്കുന്നത്. പിന്നെ ഡയമണ്ട് സിംപ്ലി ഡയമണ്ട് ഈസ് കാർബൺ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡയമണ്ടിന്റെ ഒരു ജ്വല്ലറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ആസ് എ കെമിസ്ട്രി സ്റ്റുഡന്റ് കാർബൺ ആണത്. ഇറ്റ് ഈസ് കാർബൺ. കളർ ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ് സ്ട്രക്ചർ. It is carbon, it is pure carbon, pure carbon, right? So these are various uses. And next, diamond is covalent, having high melting point. By നേരത്തെ പറഞ്ഞു ഡയമണ്ട് എന്തുകൊണ്ടാണ് കോവാലന്റ് ആയിട്ടും ഹൈ മെൽറ്റിംഗ് ആയത്? കാരണം അത് സ്ട്രോങ് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്, എല്ലാം sp3 ഹൈബ്രിഡൈസർ ആണ്. ഇറ്റ് ഈസ് വെരി ഹാർഡ്, സോ ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, right? Next, we are going to see some important compounds of carbon and silicon. കാർബണിന്റെയും സിലിക്കണിന്റെയും കുറച്ച് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് കാണാൻ പോവാണ് നമ്മൾ. കാർബണിന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുക ഓക്സൈഡ്സ് ഓഫ് കാർബൺ തന്നെയാണ്. ഏതൊക്കെയാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് ഈസ് ദർ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദർ. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് മോണോക്സൈഡ്, അത് കഴിഞ്ഞിട്ട് ഡയോക്സൈഡ് എന്നുള്ള ക്രമത്തിൽ പോവാം. കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നത് നമ്മൾ കാർബൺ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബേണിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ലിമിറ്റഡ് ബേണിംഗ് ആണ് കാർബൺ മോണോക്സൈഡ്. സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. സോ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓർ എയർ. ലിമിറ്റഡ് സപ്ലൈ. ഇന്നർ സപ്ലൈ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. On a small scale, pure carbon monoxide is prepared by the dehydration of formic acid with sulfuric acid at 373 Kelvin. Formic acid എന്താ? ഫോർമിക്ക എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. ഓണ്ട്, ഉറുമ്പിന്റെ ബാക്കിലുള്ള ആ സാധനം, അത് ഫോർമിക് ആസിഡാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ. അത് നമ്മൾ എന്ത് ചെയ്യും? ഡീഹൈഡ്രേറ്റ് ചെയ്യും. HCOH, അതിൽ നിന്ന് ഒരു H2O പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള CO ആണ്. CO, കാർബൺ മോണോക്സൈഡ്. ഓക്കെ, commercially we can prepare by passing steam over coke, red hot coke. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? സിൻഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ കണ്ടതാണ്, റൈറ്റ്? commercially we can pass steam over hot coke. A mixture of carbon monoxide and hydrogen is produced. It is known as water gas, or it is also known as synthesis gas, syngas. This is the commercial preparation. So carbon plus H2O, CO plus H2 simply at high temperature 1273 Kelvin എന്നൊക്കെ നമുക്ക് പറയാം. Instead of steam, if you use air ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we will get a mixture of carbon monoxide and nitrogen. Carbon plus O2 plus 4N2, കാർബണും ഓക്സിജനും നൈട്രജനും എയറിലുള്ള. We will get a mixture of carbon monoxide and nitrogen. And that particular mixture is known as producer gas. It is an important gas in the industries. Industries വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് പ്രൊഡ്യൂസർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. സോ രണ്ട് ഗ്യാസ് കണ്ടു, വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, ഇൻഗ്യാസ് ഓർ പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പൊ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് നൈട്രജനുമാണ്. സിന്തസിസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ
അലിവാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. പ്രോപ്പർട്ടീസ്, കാർബൺ മോണോക്സൈഡിന്റെ പ്രോപ്പർട്ടീസ്. കാർബൺ മോണോക്സൈഡ് എന്താ? കളർലെസ് ഗ്യാസ് ആണ്. കളർലെസ് ഗ്യാസ് ആണ്. നമുക്ക് കാർബൺ മോണോക്സൈഡ് വണ്ടികളുടെയൊക്കെ എക്സോസ്റ്റിൽ കൂടെയൊക്കെ പുറത്തു വരുന്ന ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ്. നമ്മൾ അതിൽ നിന്ന് വരുന്ന കാർബൺ മാത്രമേ കാണുന്നുള്ളൂ പുകയായിട്ട്. ദാറ്റ് കണ്ടെയ്ൻസ് സർട്ടൻ കാർബൺ മോണോക്സൈഡ്. അതിന്റെ പെർസെന്റേജ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുക ടെസ്റ്റ് ചെയ്യാൻ പോവാറ്, അല്ലേ? ആ പുകയിൽ വൺ ഓഫ് ദ കമ്പോണന്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. അത് നമ്മൾ അതിന്റെ ഒപ്പം നോക്കാറുണ്ട്. ഇറ്റ് ഈസ് ഹൈലി ടോക്സിക്, വളരെ ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്, വളരെ പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റുമാണ്. അത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, എല്ലാമാണ്, എല്ലാം ശരിയാ. വാട്ടർ ഇൻസോളബിൾ ആണ്, എല്ലാം ശരിയാ. പക്ഷെ ഇത് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. മാത്രമല്ല ഇതൊരു പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് കൂടിയാണ്. ഇറ്റ് റെഡ്യൂസസ് ഓൾ മെറ്റൽ ഓക്സൈഡ്സ്. ഒരുവിധ എല്ലാ മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യും. മെറ്റലർജിയിൽ നമ്മളിത് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ്. This can use to extract metals from their oxides. Metals and oxides il ninnu. So iron oxide plus carbon monoxide gives iron plus carbon dioxide. നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ ഇക്വേഷൻ പല പ്രാവശ്യം കണ്ടതാണ്, 10th ഉണ്ട്. ഓക്കെ, ഇതിന്റെ ടോക്സിസിറ്റിക്ക് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും ടു ഫോം എ കോംപ്ലക്സ് കാർബോക്സി ഹീമോഗ്ലോബിൻ. Carboxy hemoglobin is 300 times more stable than oxyhemoglobin. അതായത് ഓക്സിജൻ വേണോ കാർബൺ മോണോക്സൈഡ് വേണോ എന്ന് ഹീമോഗ്ലോബിനോട് ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ പറയാ കാർബൺ മോണോക്സൈഡ് വേണം, ബിക്കോസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. അതാണ് അതിന്റെ. സോ ദാറ്റ് ഡിക്രീസസ് ദ ഓക്സിജൻ ഇൻടേക്ക് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ദാറ്റ് ബിക്കം ടോക്സിക്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാർബൺ മോണോക്സൈഡിന്റെ ഒപ്പമായിരിക്കും ഹീമോഗ്ലോബിൻ. ഓക്സിജനെ സ്വീകരിക്കില്ല. ഓക്സിജനെ സ്വീകരിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവിക്കില്ലല്ലോ. അങ്ങനെയാണ് ടോക്സിക് ആവുന്നത്. റൈറ്റ്. കാർബൺ മോണോക്സൈഡ് ബേൺസ് ഇൻ എയർ വിത്ത് പെയിൽ ബ്ലൂ ഫ്ലെയിം ടു ഫോം കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ ചൂടാക്കുകയാണ്, കത്തിക്കുകയാണ്, കൂടുതൽ ഓക്സിജനുമായിട്ട് ചേർത്ത് ചൂടാക്കുകയാണ് എങ്കിൽ ഇറ്റ് ബേൺസ് ആൻഡ് ഗിവ് കാർബൺ ഡയോക്സൈഡ്. അൾട്ടിമേറ്റ്ലി കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുക. പിന്നെ അത് റെഡ്യൂസിങ് നേച്ചർ അല്ല. ഓക്കെ, കാർബൺ മോണോക്സൈഡിന്റെ റെഡ്യൂസിങ് നേച്ചറിന് കാരണം ഇതാണ്. അതിന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ടെൻഡൻസി ഉണ്ട്. So carbon monoxide is a powerful reducing agent. It reduces almost all metal oxides. It reduces about all metal oxides other than those of alkali and alkaline earth metals. Then aluminum and a few transition metal. It can reduce iron oxide to iron. It can reduce lead oxide to lead, zinc oxide to zinc. So it is a very good reducing agent. It can oxidize to carbon dioxide. Carbon monoxide can oxidize to carbon dioxide. That is why it is a reducing agent. It combines with the metals like iron or nickel, etc., to form certain complexes, metal carbonyls. It's a branch of chemistry, metal carbonyls. Okay. Next, we are going to see the uses of carbon monoxide. It is used as an industrial fuel in the form of water gas and producer gas. Producer gas എന്നുള്ള രൂപത്തിൽ അത് ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലർജിക്കൽ ഓപ്പറേഷൻസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അയൺ ഓക്സൈഡിന് അയൺ ആക്കാൻ, സിങ്ക് ഓക്സൈഡിന് സിങ്ക് ആക്കാൻ തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾസ് ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്. പിന്നെ മറ്റ് സിന്തറ്റിക് പെട്രോൾ ഉണ്ടാക്കാൻ, മെത്തനോൾ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണല്ലോ അതിനെ സിൻ ഗ്യാസ് എന്നുള്ള പേര് തന്നെ വിളിച്ചത്. So it is one of the oxide of carbon monoxide. Another oxide is carbon dioxide, CO2, O double bond C double bond O, CO2. How we can prepare carbon dioxide? It is by the complete combustion. Incomplete combustion leads to carbon monoxide, whereas complete combustion leads to carbon dioxide. Carbon plus oxygen, carbon dioxide, methane plus oxygen, carbon dioxide. Like that. It can also be prepared by the action of an acid with the carbonates. Like HCl plus CaCO3. HCl plus CaCO3. നമ്മൾ കാൽസ്യം കാർബണേറ്റിന്റെ റിയാക്ഷൻസ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. മാർബിൾ, അതിന്റെ മുകളിൽ കുറച്ച് ആസിഡ് വീണാൽ
കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും എന്നെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റൈറ്റ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രിപ്പയർഡ് CaCO3 plus HCl. നമ്മൾ കുറച്ച് കാർബണേറ്റഡ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, അതിലേക്ക് കുറച്ച് HCl ഒഴിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി സീ ദ ബ്രിസ്ക് എഫറോസെൻസ്. ദാറ്റ് എഫറോസെൻസ് ഈസ് evolution of carbon dioxide. Commercially, it is prepared from limestone. Limestone is nothing but calcium carbonate. Heating limestone, you will get quicklime, calcium oxide. Heating limestone or treating limestone with the acid, or heating carbon in oxygen or a hydrocarbon in oxygen. What are the properties of carbon dioxide? Physical properties: carbon dioxide is colorless, odorless, tasteless gas. Carbon dioxide കണ്ടിട്ടുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സോഡയൊക്കെ കുടിക്കുമ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ മിക്സ് ചെയ്യുക. ഇറ്റ് ഈസ് ലൈറ്റ്ലി സോളബിൾ ആൻഡ് യു ക്യാൻ ഇൻക്രീസ് ദ സോളബിലിറ്റി ബൈ അപ്ലൈയിങ് പ്രഷർ. അതുകൊണ്ടാണ് സോഡ കുപ്പി തുറക്കുമ്പോൾ ദാറ്റ് ഫീസസ് ഔട്ട് ഡ്യൂ ടു ദ പ്രഷർ. As the pressure releases, carbon dioxide may come out. That depends on the temperature. Carbon dioxide can dissolve in water. Okay, slightly. Carbon dioxide dissolves in water forming carbonic acid, H2CO3, which is a weak acid. Weak dibasic acid, because it can give out 2 hydrogen ions. H2CO3 gives H plus HCO3. Then again HCO3 gives again 1 H plus. So it is a dibasic acid. It dissociates in 2 steps. രണ്ട് സ്റ്റെപ്പിലാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് എ മിക്സ്ചർ ഓഫ് ദിസ് കാർബോണിക് ആസിഡ് H2CO3 ആൻഡ് എ സോൾട്ട് ഓഫ് ദിസ് കാർബോണിക് ആസിഡ്, sodium bicarbonate, etc. So a mixture of a weak acid and its salt. It is known as buffer. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. It is known as buffer. So this particular buffer, carbonic acid and its salt buffer, which helps to maintain the pH of blood. Blood in the pH maintain ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. So actually our blood is like a buffer, ഒരു buffer പോലെയാണ്. And its pH is in between 7.26 to 7.42. It is come around 7. പക്ഷെ കുറച്ച് slightly alkaline nature, 7.26 to 7.42. Right. ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഫോട്ടോസിന്തസിസ് ഇല്ലേ? ഇലകള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം സ്വീകരിച്ച് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനത്തെയാണല്ലോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. ഓക്കെ. CO2 plus H2O gives C6H12O6 plus 6O2 plus 6H2. അതിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടിയാൽ കൂടുതൽ ക്ലോറോഫിൽ ഇത് ആഗിരണം ചെയ്ത് പിന്നെ ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുമെന്ന് വിചാരിക്കരുത്. ദാറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടാനാണ് അത് കൂടുതലായിട്ട് സഹായിക്കുക. ഓക്കെ. ഇനി നിങ്ങൾ പഠിക്കേണ്ട 1-2 പോയിന്റുകൾ സിമ്പിൾ ആയിട്ട്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പേരാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് is known as dry ice. It is obtained by cooling liquid carbon dioxide under pressure. പ്രഷറിൽ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഐസ് കിട്ടും. ഇറ്റ് ഇസ് എ സോഫ്റ്റ് സ്നോ ലൈക്ക് സബ്സ്റ്റൻസ്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നോ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഏത് ഡ്രൈ ഐസ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? സ്ട്രക്ചർ നേരത്തെ ആ ചിത്രത്തിൽ നമ്മൾ കണ്ടു ഇല്ലേ? O double bond C double bond O. It is linear. It is linear in nature, having 2 sigma bonds and 2 pi bonds. sp hybridization ആണ് കാർബൺ. sp hybridization ലീനിയർ ആണ്. ഡൈപോൾ മൊമെന്റ് ഇല്ല. ലീനിയർ ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഇല്ല. അതും നമ്മൾ നേരത്തെ ബോണ്ടിങ്ങിൽ കണ്ടു ഒരു ചാപ്റ്ററിൽ. It having some resonance structures. Resonance structures ഉണ്ട്. അത് O സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് O. ഓക്കെ. അതേപോലെ തന്നെ O ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് O അങ്ങനെയും എഴുതാം. അപ്പോൾ ഇതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാകെ ഒരു ബോണ്ട് ലെങ്തേ ഉള്ളൂ. ദാറ്റ് ഈസ് 115 പൈക്കോമീറ്റർ, 115 പൈക്കോമീറ്റർ. മനസ്സിലായില്ലേ? ഇതൊരു ഡബിൾ ബോണ്ട് നേച്ചർ അല്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിന്റെയും നേച്ചർ ഉണ്ടെന്ന് പറയാൻ കാരണം. ഓക്കെ. എനിഹൗ ഇതിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് പി പൈ പൈ ബോണ്ടിങ് ആണ്. പി പൈ ഇത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ഏത്
First member of these groups can show p-pi bond. Okay, it cannot show p-pi d-pi or d-pi d-pi. D ഇല്ല, അതുകൊണ്ട് ആ തരം പൈ ബോൺസ് നമുക്ക് തരികയില്ല. അത് നമ്മൾ ഓർക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗം എന്താണ്? നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കും ഇല്ലേ? കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുപ്പിയിലൊക്കെ വാങ്ങി കുടിക്കാറുണ്ടല്ലോ. സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പേര് പറഞ്ഞത് കൊമേഴ്സ്യലി പബ്ലിക് ഇത് പറയണ്ട എന്നുള്ളതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. കൊമേഴ്സ്യലി ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മെനി ബ്രാൻഡ് നെയിംസ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇനി അത് ഓക്സിഡൈസ് ചെയ്യില്ല. കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. ഇനി അത് ഓക്സിഡൈസ് ചെയ്യാത്തതുകൊണ്ട് തീ കെടുത്താൻ ഉപയോഗിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വാഷിംഗ് സോഡ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വാഷിംഗ് സോഡ. പിന്നെ ഡ്രൈ ഐസ് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് എന്താക്കാം? റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ്. പിന്നെ യൂറിയ ഉണ്ടാക്കാം. ഇങ്ങനെ കുറെ ഉപയോഗങ്ങൾ നമുക്കതിന് പറയാവുന്നതാണ്. അടുത്ത എലിമെന്റ് ആണ് സിലിക്കൺ. അതിന്റെ ഓക്സൈഡ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ സിലിക്ക എന്ന് പറയാറുണ്ട്. സിലിക്ക, മണലൊക്കെ അതിൽപ്പെട്ടതാണ് സിലിക്ക. ആ പേരുകൾ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. സിലിക്ക, സിലിക്കോൺ, ഇങ്ങനെ കുറെ പേരുകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. സിലിക്കൺ, ഇങ്ങനെയൊക്കെ പേരുകൾ പറയും. അപ്പൊ മാറരുത്. സിലിക്ക ഈ സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, കുറെ ക്രിസ്റ്റൽ ഫോംസ് ഇതിനുണ്ട്. വളരെയധികം ക്രിസ്റ്റൽ ഫോംസ് ഇതിനുണ്ട്. ക്വാർട്സ് ഈസ് എ ഫോം, ക്രിസ്റ്റോബലൈറ്റ് ഈസ് എ ഫോം, ട്രൈഡയമൈറ്റ് ഈസ് അനദർ ഫോം. സോ ഡിഫറെന്റ് ഫോംസ് ആർ ദർ. ക്രിസ്റ്റലൈൻ ഫോംസ് ആർ ദർ. അമോർഫസ് ഫോംസും വേറെ ഉണ്ട് കേട്ടോ. അമോർഫസ് ഫോംസും വേറെ ഉണ്ട്. ഹെയ്സെൽഗർ ആൻഡ് അമോർഫസ് ഫോം ഓഫ് സിലിക്ക. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് സിലിക്ക ഉണ്ട്. ബോത്ത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്ന സാധനം, സിലിക്ക എന്ന് പറയുന്ന സാധനം കൊവാലന്റ് ആണ്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ ഡയമണ്ടിന്റെ ഒക്കെ സ്ട്രക്ചർ പറഞ്ഞ പോലെ 3 ഡയമെൻഷനലി ആണ്. നമ്മൾ ബോർഡിൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ SiO എന്ന് എഴുതിയാൽ മതി. ബട്ട് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക്ഡ് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക്ഡ് സോളിഡ് വേർ ഈച്ച് സിലിക്കൺ ഈസ് covalently bonded in tetrahedral manner to 4 ഓക്സിജൻ ആറ്റംസ്. 4 ഓക്സിജൻ ആറ്റവുമായിട്ടാണ് ഓരോ സിലിക്കണും ടെട്രാഹെഡ്രലി അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് നല്ല കൊവാലന്റലി നെറ്റ്വർക്ക്ഡ് സ്ട്രക്ചർ ആണത്. ദിസ് ഈസ് ഹാർഡ്. ഇത് വളരെ ഹാർഡ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇറ്റ്സ് ഹാർഡ്. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ്, സിലിക്കൺ ഡയോക്സൈഡിന്റെ പ്രോപ്പർട്ടീസ്. സിലിക്കൺ ഡയോക്സൈഡ് ഓർ സിലിക്ക. സിലിക്ക ഈസ് ദ മോസ്റ്റ് നോൺ റിയാക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് SiO ബോണ്ട് ഈസ് വെരി സ്ട്രോങ്. SiO ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഇത് നോൺ റിയാക്റ്റീവ് ആണ്. It is not reactive. Okay, പക്ഷേ in some cases it can react. For example, with hydrogen fluoride. It can react with the hydrogen fluoride to form silicon tetrafluoride, SiF4. Or it can react with the sodium hydroxide, alkali. It can form Na2SiO3 plus H2O. Okay, in certain cases it reacts. Actually it resists the attack by halogens, hydrogen, etc. and most of the acids, metals, etc. However, it attacked by HF and NaOH. That is the important reactions of silica. Anyhow, silica having 3-dimensional network structure. It is hard. Manadaka valare hard alle. As hard as that of quartz. Right. Pinna adinte structure is 3-dimensional network structure and it can react with the HF and NaOH. What are the uses? Quartz is extensively used as a piezoelectric material. Marie Curie's husband in Nobel Sumana material. Piezoelectricity. Right. So it is a piezoelectric material. Quartz. Quartz watches. Okay. Pand quartz watches. Watch on by the third dial lady. Quartz. Silica gel is a drying agent. Silica gel. Chromatography എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ടെക്നിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പറയും. പിന്നെ അമോർഫസ് ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയ്സെൽഗർ ഈസ് ആൻ അമോർഫസ് ഫോം ഓഫ് സിലിക്ക which is used in filtration plants. Okay. Another compound is silicon. ഇത് സിലിക്കൺ അല്ല. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് അല്ല. ദിസ് ഈസ് സിലിക്കോൺ. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, പറയുമ്പോൾ സൂക്ഷിക്കണം. സിലിക്കൺ ഉണ്ട്, സിലിക്ക ഉണ്ട്, സിലിക്കോൺ ഉണ്ട്. Okay, what are silicons?
Silicons are organosilicon compounds. Organosilicon compounds. These are organosilicon polymers. These are also known as inorganic polymers. ഇവയെ inorganic polymers എന്നും പറയാറുണ്ട്. These are polymers, but having inorganic backbone. ഒരു inorganic backbone ആണ് ഇതിനുള്ളത്. And its general formula is R2SiO n times. R2SiO n times. The R is any hydrocarbon, CH3 or C2H5 like that, alkyl part, any alkyl part. SiO units are there. These are the repeating units. Okay, now how we can prepare this? Its starting material is for the manufacture of silicons are alkyl or aryl substituted silicon chloride. Alkyl or aryl substituted silicon chloride. ഉദാഹരണത്തിന് മീഥൈൽ ക്ലോറൈഡും സിലിക്കണും CH3Cl അതാണ് മീഥൈൽ ക്ലോറൈഡ് CH3Cl പ്ലസ് Si സിലിക്കൺ കോപ്പർ പൗഡറിന്റെ പ്രസൻസിൽ ചൂടാക്കിയാൽ ഹീറ്റിംഗ് ടു അബൌട്ട് 570 കെൽവിൻ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് കോപ്പർ പൗഡർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡൈമീഥൈൽ സിലിക്കൺ ക്ലോറൈഡ് ആണ്. ഡൈമീഥൈൽ സിലിക്കൺ ക്ലോറൈഡ് CH3 twice SiCl2. CH3 twice SiCl2. ഇതിനെ നമ്മൾ പോളിമറൈസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക, ഹൈഡ്രോളിസിസ് നടത്തുക ആദ്യം, പിന്നെ പോളിമറൈസ് ചെയ്യും. അപ്പൊ നമുക്കൊരു സിലിക്കൺ കിട്ടും. അവിടെ R എന്നുള്ളടത്ത് CH3 ആവുന്നു മാത്രം. അപ്പൊ CH3 twice SiO n times. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ പറയാം. ഇതിന് പുറമെ നമുക്ക് സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സിലിക്കേറ്റ്. അപ്പൊ ഇത് നാലാമത്തെ സിലിക്കൺ അല്ലെ, സിലിക്ക, സിലിക്കോൺ, സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ സിലിക്കന്റെയും ഓക്സിജന്റെയും കോമ്പൗണ്ട് തന്നെയാണ്. സിലിക്കൺ ഡയോക്സൈഡ് പോലെയല്ല എന്ന് മാത്രം, SiO2 പോലെയല്ല എന്ന് മാത്രം. ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് SiO4 4- അയോൺ ആണ്. SiO4 4- അയോൺ, സിലിക്കേറ്റ് അയോൺ, സിലിക്കേറ്റ്, സോഡിയം സിലിക്കേറ്റ് എന്നൊക്കെ പറയുന്നത് SiO4 4-. ഇത് തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. പൈറോസിലിക്കേറ്റ്, ഓർത്തോസിലിക്കേറ്റ്, ചെയിൻ സിലിക്കേറ്റ്, സൈക്ലിക് സിലിക്കേറ്റ്, ഷീറ്റ് സിലിക്കേറ്റ്, ആസ്ബറ്റോസ് ഒക്കെ കേട്ടില്ലേ, അത് ഈ വിഭാഗത്തിൽ വരുന്നതാണ്. സിലിക്കേറ്റ്സ് വരുന്ന ആസ്ബറ്റോസ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഓൺ സിലിക്കേറ്റ് സ്ട്രക്ചർ ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ സർട്ടൻ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ്. ഇപ്പൊ SiO4 4- എന്ന് എഴുതിയാൽ പിന്നെ നമ്മൾ അവിടെ 4- പകരം ഇപ്പോൾ Na4SiO4 എന്ന് എഴുതിയാൽ സോഡിയം സിലിക്കേറ്റ് ആയി. അപ്പൊ അത് പോസിറ്റീവ് ചാർജിൽ ഏതെങ്കിലും മെറ്റൽ അയോണെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, സിലിക്കേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. SiO4 4- ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഒരു സിലിക്കൺ നടുക്ക് അതിന് ചുറ്റും 4 ഓക്സിജൻ ടെട്രാഹെഡ്രലായിട്ട്, ഓരോ ഓക്സിജനിലും ഓരോ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മാത്രം. അതാണ് സിലിക്കേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോമ്പൗണ്ട് ആണ് സിയോലൈറ്റ്സ്. ZeOLids. ഇത് സിലിക്കേറ്റ്സ് ആണ്. ദീസ് ആർ സിലിക്കേറ്റ്സ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് എന്ന് പറയും. ദീസ് ആർ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്സ്. Or we can call it as aluminosilicates. Zeolites എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ these are microporous aluminosilicates. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ, പോറസ് എന്ന് പറഞ്ഞാൽ പോസ്, ചെറിയ ചെറിയ ഹോൾസ് ഉള്ള, അങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള, നമ്മൾ ഈ ബ്രെഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ കണ്ടില്ലേ നെറ്റ്വർക്ക്ഡ് ഹോൾസ്, ഏതാണ്ട് അതിന്റെ വളരെ ചെറിയ രൂപം, അതാണ് നമ്മൾ ചെറിയ ഹോൾസ് എന്ന് പറയാം. ആൻഡ് ദീസ് ഹോൾസ് ആർ വെരി യൂസ്ഫുൾ. ഈ ഹോൾസ് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ദീസ് ഹോൾസ് ക്യാൻ ബി യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ഈ ഹോൾസ് തന്നെ നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദ ഹോൾസ് ഇറ്റ്സെൽഫ് ക്യാൻ ബി ആക്ട് ആസ് കാറ്റലിസ്റ്റ്. We can prepare certain compounds that is compatible with the size of these holes. ഈ ഹോൾസിന് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ സിയോലൈറ്റ്സ് ആർ കാറ്റലിസ്റ്റ്. സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റുകളാണ്. It can be used in petroleum industry, etc. An example, ZSM5 is a commercially available zeolite which is used to convert alcohols into petrol. Alcohols petrol ആക്കാൻ വേണ്ടിയിട്ട്, gasoline എന്നാണ് ടെക്സ്റ്റിൽ പറയാം, which is used in America. gasoline, അമേരിക്കത്തെ gasoline, ഇന്ത്യത്തെ പെട്രോൾ. അപ്പോൾ ഈ ആൽക്കഹോൾസിനെ ഗ്യാസലിൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ പേരാണ് ZSM5. ഇറ്റ് ഇസ് സിയോലൈറ്റ്.
ഓക്കെ. അതേപോലെ അയോൺ എക്സ്ചേഞ്ചസിൽ വാട്ടർ സോഫ്റ്റനിങ്ങിലൊക്കെ നമ്മൾ സിയോലൈറ്റ് ഉപയോഗിച്ച മെത്തേഡ് നമ്മൾ കണ്ടു. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഇതാണ് സിയോലൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ്. സോ വാട്ട് ആർ സിയോലൈറ്റ്സ്? ദീസ് ആർ മൈക്രോപോറസ് അലൂമിനോസിലിക്കേറ്റ്സ്. മൈക്രോപോറസ് അലൂമിനോസിലിക്കേറ്റ്സ്. മനസ്സിലായില്ലേ? ZSM5 is an example which is used to convert alcohols to gasoline. And it is also used to soften hard water. These are the uses of zeolite.